ഹാഷിമ ദ്വീപ് ജപ്പാനിലെ നഗാസാക്കിക്ക് സമീപമുള്ള ഒരു ചെറിയ പാർദ്വീപാണ്. ഇന്നത് ഗോസ്റ്റ് ഐലൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ന് ശൂന്യമായ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിന് ഒരിക്കൽ ഉല്ലാസഭരിതമായതും പിന്നീട് ഇരുണ്ടതുമായ ഒരു ചരിത്രമുണ്ടായിരുന്നു. 19 നൂറ്റാണ്ടിന്റെ അവസാനം ഹാഷിമയിൽ കൽക്കരി കണ്ടെത്തിയതോടെ ദ്വീപ് വ്യവസായ പ്രാധാന്യം നേടിയെടുത്തു. മിത്സുബിഷി ഈ ദ്വീപ് ഏറ്റെടുത്ത് 1890 മുതൽ കൽക്കരി ഖനനം ആരംഭിച്ചു. ചെറിയ വിസ്തൃതിയുള്ള ദ്വീപിൽ വൻതോതിൽ തൊഴിലാളികളെ പാർപ്പിക്കേണ്ടതായിരുന്നതിനാൽ ജപ്പാനിലെ ആദ്യ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഇവിടെയുണ്ടായി. ഏതാണ്ട് 5000 ആളുകൾ ഒരേസമയം ഈ ദ്വീപിൽ താമസിച്ചിരുന്നു. അതിനാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രത ഹാഷിമയിലുണ്ടായിരുന്നതാണ്. ഇവിടത്തെ തൊഴിലാളികൾക്ക് ജീവിതം വളരെ കഠിനമായിരുന്നു. അവർക്ക് ദ്വീപ് വിട്ടുപോകാൻ സാധിക്കില്ലായിരുന്നു. കുറഞ്ഞ സ്ഥലത്ത് കൃത്രിമമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ, കല്ലുപൊതിയാക്കിയ വഴികൾ, കടലിന്റെ തിരമാലകളിൽ നിൽക്കുന്ന ഒരിനം ഭയാനകമായ സൗന്ദര്യത്തിലായിരുന്നു ദ്വീപിന്റെ രൂപം. രാത്രികാലങ്ങളിൽ കനത്ത കാറ്റും കടലെടുത്ത ശബ്ദങ്ങളും തമ്മിൽ കലർന്ന ഭീതിജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരുന്നതായാണ് പഴയ താമസക്കാർ പറഞ്ഞത്. രണ്ടാം ലോകമഹായുദ്ധത്തിനിടെ ഈ ദ്വീപ് ഇരുണ്ടതായ ഒരു ഭാഗം തുറക്കപ്പെടുന്നു. ഭക്ഷണമോ വിശ്രമമോ ശുചിത്വവുമില്ലാതെ ജീവിച്ച അവരാണ് ഹാഷിമയുടെ മറവിക്കഥകളിൽ തറഞ്ഞുപോയത്. പലർക്കും അവരുടെ ആത്മാവുകൾ പോലും ഈ ദ്വീപിൽ കുടുങ്ങിയെന്ന പോലെ തോന്നിപ്പോകും. 1974 ഖനനം അവസാനിച്ചതോടെ ഹാഷിമ ദ്വീപ് പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടു. ആളുകൾ പെട്ടെന്ന് വിട്ടുപോയതോടെ കെട്ടിടങ്ങൾ നശിച്ചു തുടങ്ങി. പ്രകൃതി ഈ പാറക്കൂട് സ്വന്തമാക്കി. എങ്കിലും 2009 ടൂറിസത്തിന് ഭാഗികമായി തുറന്നു. ഇന്നും ചില ടൂറിസ്റ്റ് ബോട്ടുകൾ ഹാഷിമയുടെ അരികിലേക്കെത്തി ആ ശൂന്യത അനുഭവിക്കാൻ ശ്രമിക്കുന്നു. 2015 ഹാഷിമയെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ അന്താരാഷ്ട്ര ശ്രദ്ധ വീണ്ടും അവിടേക്കു തിരിഞ്ഞു.